ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. റിയാക്ഷനാണ് വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയുടെ റിയാക്ഷനാണ്. ഓക്കെ, അതായത് തിങ്സ് നോൺ എന്ന് പറഞ്ഞ ഒരു യൂട്യൂബ് ചാനലുണ്ട്. അതിൽ വന്ന ഒരു സ്പെഷ്യൽ വീഡിയോ. ഈ വർഷങ്ങൾക്ക് ശേഷം സിനിമയിൽ ഒരുപാട് കാര്യങ്ങൾ റിയൽ ലൈഫുമായിട്ട് നമ്മൾക്കൊക്കെ അറിയുന്ന പല കാര്യങ്ങളും അതിലേക്ക് അവർ എടുത്തിട്ടുണ്ട്. അതിലൊന്ന് റോബിൻ്റെ ആ ഒരു സംഭവം, അലർച്ച, നിതിൻ മോളി, പിന്നെ നമ്മുടെ അതായത് റിവ്യൂ ചെയ്യുന്നവരുടെ യൂട്യൂബേഴ്സിൻ്റെ ചില സംഭവങ്ങൾ, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്, നമ്മൾ അറിയുന്നതും നമുക്ക് അറിയാത്തതും. അപ്പോൾ അതെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. കാണാം. വർഷങ്ങൾക്ക് ശേഷം കണ്ടിട്ട് അതിൽ റിയൽ ലൈഫിൽ നിന്ന് ഇൻസ്പയർ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. സെക്കൻഡ് ഹാഫിൽ പ്രേക്ഷകരെ പിടിച്ചെടുത്ത കഥാപാത്രമാണ് നിവിൻ പോളിയുടേത്. ഈ വാക്കുകളോട് സാമ്യമുള്ള രീതിയിൽ യഥാർത്ഥ ജീവിതത്തിലും ഒരാൾ പറഞ്ഞിട്ടുണ്ട്. അത് മറ്റാരും ഒരു സമയത്ത് കേരളം പിടിച്ചു കുലുക്കിയ ഡോക്ടർ ലോബിന്റെ വാക്കുകളാണത്. പുള്ളിക്കാരനാണ് അങ്ങനെ സംസാരിക്കാറുള്ളത്. അത് നിവിൻ പോളി എന്ന കഥാപാത്രത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ചിലപ്പോൾ ഞാൻ 3-4 ബിരിയാണി കൂടുതൽ കഴിച്ചു. ഇവിടെ നിതിൻ മോളി എന്ന ക്യാരക്ടർ തന്റെ സ്ട്രെസ് മാറാൻ വേണ്ടി 2 ബിരിയാണി കൂടുതൽ കഴിക്കുമെന്ന് പറയുന്നുണ്ട്. ഇവിടെ സ്ട്രെസ് മാറാൻ വേണ്ടി ബിരിയാണി കഴിക്കുന്നത് വിനീത് ശ്രീനിവാസനാണ്. അത് വിനീത് ശ്രീനിവാസൻ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. എനിക്ക് ബിരിയാണി കഴിക്കാണ്ട് പോവില്ല. അതെ, നിവിൻ പോളിക്ക് മലയാള പ്രേക്ഷകരോട് പറയാനുള്ള കാര്യങ്ങളെല്ലാം തന്നെ ആ സിനിമയിലൂടെ പറയുന്നുണ്ട്. താൻ നേരിട്ട് ബോഡി ഷേമിനെ പറ്റി ഇവിടെ പറയുന്നുണ്ട്. മലയാള സിനിമയിൽ നെപ്പോട്ടിസത്തെ പറ്റി നിതിൻ മോളി സംസാരിക്കുന്നുണ്ട്. നിലവാരമുള്ള നല്ല സിനിമ ചെയ്യണം ആഗ്രഹത്തോട് തന്നെയാണ് മലയാള സിനിമയിൽ വന്നത്. പക്ഷെ ഇതിനകത്ത് വന്നപ്പോൾ ഇവിടെ എന്താ ഫേവറിറ്റിസം, നെപ്പോട്ടിസം, ഈ ഡയലോഗ് ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞ ഡയലോഗാണ്. ഇപ്പോൾ നമ്മൾ കാണുന്ന പല നടന്മാരും ഒരു സമയത്ത് ചെന്നൈയിലൊക്കെ പോയിട്ട് അവിടുത്തെ ലോഡ്ജുകളിലേക്ക് താമസിച്ചാണ് ഇപ്പോൾ കാണുന്ന രീതിയിൽ നടന്മാരൊക്കെ ആയി മാറിയിട്ടുള്ളത്. അത്തരത്തിലുള്ള രീതിയിലാണ് ഇവിടെ വേണു എന്ന കഥാപാത്രവും മുരളി എന്ന കഥാപാത്രവും ചെന്നൈയിലേക്ക് പോകുന്നതും അവിടെ ഒരു ലോഡ്ജിൽ താമസിക്കുന്നതും. ഇവിടെ ആ പയ്യൻ പറയുന്ന ആ പ്രത്യേക സ്റ്റൈൽ കാണിക്കുന്ന ആ ഒരാളെ പറ്റി പറഞ്ഞില്ലേ, അയാളാണ് നിങ്ങൾക്ക് ഇപ്പൊ ഏകദേശം മനസ്സിലായി കാണുമായിരിക്കും. അതെ, നമ്മുടെ സൂപ്പർ സ്റ്റാർ രജനീകാന്തിനെ പറ്റിയാണ് ഈ ഒരു കാര്യം പറഞ്ഞിട്ടുള്ളത്. അത് ആ ഒരു പാട്ടിനിടയ്ക്കുള്ള സീനില് ആ ഒരു രജനീകാന്തിന്റെ സ്റ്റൈലും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ പഴയകാല ലുക്കുള്ള ഒരു ഡ്യൂപ്പിനെയും സിനിമയിൽ കാണിക്കുന്നുണ്ട്. ഇവിടെ ഈ ഒരു സീനില് ആരെ പറ്റിയാണ് പറയുന്നത് ഞാൻ പ്രത്യേകം എടുത്തു പറയേണ്ട കാര്യമില്ലല്ലോ. അത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണുമായിരിക്കും. പ്രണവ് മോഹൻലാലിനെ പറ്റി തന്നെയാണ് ഈ ഒരു സീനിൽ പറയുന്നത്. അതായത് അഭിനയിക്കേണ്ട സമയത്ത് ഒന്നും മലയാളം കയറി നടക്കുന്നത് പ്രണവ് മോഹൻലാലാണ്. അപ്പോൾ ആ ഒരു കാര്യം കറക്റ്റ് ആയിട്ട് സിനിമയിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല പ്രണവ് മോഹൻലാൽ താൻ തന്നെ പറ്റി തന്നെ ട്രോൾ ചെയ്ത് ആ ഒരു ഫോർത്ത് വാൾ ബ്രേക്ക് ചെയ്യുന്നുണ്ട്. കുറച്ച് വെള്ളം ചേർക്കല്ലേ, കുറച്ച് വെള്ളം ചേർക്കാം. ഈ പറയുന്ന ഡയലോഗ് ഏത് സിനിമയിലാന്നുള്ള കാര്യം ഞാൻ പറയാതെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. അതെ, മോഹൻലാൽ ശ്രീനിവാസൻ അഭിനയിച്ചിട്ടുള്ള നാടോടിക്കാറ്റ് എന്നുള്ള സിനിമയിലെ ഡയലോഗാണിത്. നമുക്ക് കുറച്ച് വെള്ളം ചേർക്കാം. അയ്യേ, കുറച്ച് വെള്ളം ചേർക്കാൻ നല്ല മുഴുപ്പുള്ള പാലാ. ബുദ്ധി നേരത്തെ തോന്നുന്നത്. ഇടാ, നമുക്കെന്താ ഈ ബുദ്ധി നേരത്തെ തോന്നാത്തത്? നമുക്കെന്താടാ ഈ ബുദ്ധി നേരത്തെ തോന്നാഞ്ഞ്? ഇതിന്റെ ഉത്തരം ഞാൻ തന്നെ പറയണം. ഇതിനുത്തരം പറയാൻ ഇനി നിന്റെ അപ്പനെങ്ങാനും വരണം. പറയണം. എല്ലാറ്റിനും അതിൻ്റെതായിട്ടുള്ള സമയമുണ്ട് മോനെ. ഓരോന്നിനും അതിന്റേതായ സമയമുണ്ട് മോനെ. അതുപോലെ ഈ പറഞ്ഞ ഡയലോഗുകളും നാടോടിക്കട്ടി പറഞ്ഞ സിനിമയിലെ ഡയലോഗുകളാണ്. മോഹൻലാലിനെ ശ്രീനിവാസനെ ഓർമ്മപ്പെടുത്തുന്ന രീതിയിലുള്ള ഡയലോഗുകളാണ് ഇത്. നിങ്ങൾക്കറിയാമോ, ഇന്ദ്രധനുഷ് എന്ന് പറഞ്ഞ കഥാപാത്രം ചെയ്ത കലേഷ് രാമാനന്ദ് ചെയ്ത ഈ റോള് ആദ്യം ചെയ്യാനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ലോകേഷ് കനകരാജിനെ ആയിരുന്നു. പിന്നീട് ഈ ഒരു റോൾ ചെയ്യാൻ വേണ്ടി അദ്ദേഹം വിസമ്മതിക്കുകയായിരുന്നു. അതുപോലെ തന്നെ ക്യാമറ ഡയലോഗ് ചിന്തവിഷ്ടയ ശ്യാമള എന്ന ചിത്രത്തിലെ ഡയലോഗാണ്. എനിക്ക് സത്യം പറഞ്ഞ ഈ ഒരു പടം കണ്ടിട്ട് തട്ടിക്കൂട്ടി 2.5 മണിക്കൂർ ആക്കി വെച്ച സിനിമകളാണ് തോന്നിയത്. പിന്നീട് നിവിന്റെ വെസിൽ ജോസഫിനെ കടന്നവരവ് ആ സിനിമയുടെ രീതി തന്നെ മാറ്റുന്നതായിട്ട് കാണാൻ സാധിക്കും നമുക്ക്. പക്ഷെങ്കിൽ ഒരു കള്ള ലക്ഷണമുണ്ട് ഇല്ലേ, നോക്ക് അതുകൊണ്ട് അച്ഛനുണ്ട്. സിനിമയുടെ തുടക്കത്തിൽ ഉണ്ട്. ഈ പറയുന്ന കാര്യം ശ്രീനിവാസനെ കുറിച്ച് തന്നെയാണ് പറയുന്നത്. ഈ ശ്രീനിവാസന്റെ സൂപ്പർ ഹിറ്റ് സിനിമയാണ് തട്ടത്തി പറയുന്നത്. ആ ഒരു സിനിമയിലെ സൂപ്പർ ഹിറ്റ് ഡയലോഗും ഈ ഒരു സിനിമയിൽ പറയുന്നുണ്ട്. പടക്കം കേരളത്തിൽ മാത്രം കണ്ടുവരുന്ന ഒരു കാറ്റടിച്ച് പറന്നു നോക്കിക്കാണു അല്ലേ. അതുപോലെ തന്നെ നിവിൻ പോളി നായകനായിട്ട് എത്തിയ വടക്കൻ സെൽഫി എന്നുള്ള ചിത്രവും ഈ ഒരു സിനിമയായിട്ട് കണക്ഷൻ ഉണ്ട്. ഒരു വടക്കൻ സെൽഫി എന്ന ചിത്രത്തിൽ അജു വർഗീസ് അവതരിപ്പിച്ച കഥാപാത്രത്തിന് ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു. ആ ഷോപ്പിന്റെ പേര് മെറ്റാലിക്ക എന്നാണ്. എന്താണ് നിന്റെ സെക്സ് റാക്കറ്റിന്റെ പേര്? മെറ്റാലിക്ക. അയ്യോ, അതെന്റെ കടയുടെ പേര്. വർഷങ്ങൾക്ക് ശേഷം എന്ന ചിത്രത്തിൽ നിവിൻ പോളി ഇനാഗുറേഷന് വരുന്നത് ഈ ഒരു മെറ്റാലിക്ക എന്ന് പറഞ്ഞ ഷോപ്പിന് ഇനാഗുറേഷന് വേണ്ടിയിട്ടാണ്. ഈ സിനിമയിൽ ഒരുപാട് യൂട്യൂബേഴ്സിനെ കാണിക്കുന്നുണ്ട്. സദ്ദാം എന്ന പേരിലാണ് ഷസാമിനെ കാണിച്ചിരിക്കുന്നത്. പബ്ലിക് ഏജന്റ് എന്ന പേരിലാണ് സീക്രട്ട് ഏജന്റിനെ കാണിച്ചിരിക്കുന്നത്. ഫണ്ണി വ്ലോഗ്സ് എന്നാണ് ഉണ്ണി വ്ലോഗ്സിനെ കാണിച്ചിരിക്കുന്നത്. അതുപോലെ
ചെകുത്താനെ കാണിച്ചിരിക്കുന്നത് ഇബിലീസ് എന്ന പേരിലാണ്. അപ്പോൾ ഇത്തരത്തിലൊക്കെയാണ് ഓരോ യൂട്യൂബേഴ്സിനെ ഇവിടെ കാണിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ അല്ലു അർജുന്റെ പുഷ്പ എന്ന ചിത്രത്തിലെ ഒരു ഡയലോഗും ഈ ഒരു സിനിമയിൽ കാണിക്കുന്നുണ്ട്. ആ ഒരു സമയത്ത് പ്രധാന സംഗീത സംവിധാനമായിട്ട് ഇളയരാജയെ അവിടെ കാണിക്കുന്നുണ്ട്. 1980 സംഗീത സംവിധാനം ചെയ്തിട്ടുള്ള തായ്പുങ്കൽ എന്ന് പറഞ്ഞ ചിത്രത്തിന്റെ പേരാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ നിവിൻ പോളിയുടെ മറ്റൊരു സൂപ്പർ ഹിറ്റ് സിനിമയാണ് പ്രേമം. വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയിൽ പ്രേമത്തിന്റെ റെഫറൻസ് കാണിക്കുന്നുണ്ട്. പ്രേമം എന്ന സിനിമയിൽ വിനീത് ശ്രീനിവാസൻ പാടിയ ആലുവ പുഴയുടെ തിരുത്തുന്ന സോങ്ങിന്റെ ആ ഒരു BGM അവിടെ കേൾക്കുന്നുണ്ട്. ആലുവ. അതുപോലെ തന്നെ നിവിൻ പോളി നായകനായിട്ട് നേരോ സിനിമയിലെ ഗാനവും അവിടെ ആലപിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. 1967 പരീക്ഷ എന്ന പ്രേം നസീർ ചിത്രത്തിൽ പി ഭാസ്കരൻ എഴുതി MS ബാബുരാജ് സംഗീത സംവിധാനം ചെയ്തിട്ടുള്ള യേശുദാസ് ആലപിച്ചിട്ടുള്ള ഒരു പുഷ്പം മാത്രമായിട്ടുള്ള ആ ഒരു സോങ് ഈ ഒരു സിനിമയിൽ പാടുന്നതായിട്ട് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ എനിക്ക് ഈ ഒരു സിനിമയിൽ അത്ര ആപ്റ്റായിട്ട് തോന്നാത്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ ഒരു പ്രായമാകുമ്പോൾ ഇവർക്കുണ്ടാകുന്ന മാറ്റങ്ങൾ, ആ ഒരു മാറ്റങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്ന മേക്ക് ഓവറിൽ അത്രയ്ക്ക് അങ്ങോട്ട് പെർഫെക്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മേക്ക് ഓവറില്ലേ മുരളിയുടെ മുഖത്തേക്ക് നോക്കുവാണെങ്കിൽ ആ പ്രായത്തിന്റെ ഒരു രീതിയിലുള്ള വ്യത്യാസങ്ങളൊന്നും നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കത്തില്ല. ആകെ അവിടെ മുടിയും താടിയൊക്കെ നരച്ചിരിക്കുന്നതായിട്ട് കാണാനായിട്ടുള്ളൂ. അതുപോലെ തന്നെ ഇത്രയും പ്രായമായിട്ട് നായികയുടെ മുഖത്ത് ആ ഒരു ക്യൂട്ട്നെസ് നിലനിൽക്കുന്നുണ്ട്. എന്നാൽ ഇവർക്ക് രണ്ടുപേർക്കും കൊടുത്തിരിക്കുന്ന ആ ഒരു വയസ്സായ റോള് അതുപോലെ തന്നെ ഈ ഒരു സിനിമയിൽ വേണു എന്ന കഥാപാത്രത്തിന്റെ അച്ഛന്റെ പേര് ഉണ്ണിമാഷ് എന്നാണ്. ഇത് ശ്രീനിവാസന്റെ റിയൽ ലൈഫ് അച്ഛന്റെ പേര് തന്നെയാണ്. മാത്രവുമല്ല ശ്രീനിവാസന്റെ അച്ഛനും ഒരു കായിക അഭ്യാസിയായിരുന്നു. ഈ ഒരു സിനിമയിൽ മുരളി വേണുവിനെ കോളേജിലോട്ട് മീറ്റ് ചെയ്യുന്ന സമയത്ത് മാരാട്ടിന്റെ കടയിൽ നിന്ന് എടുത്തിട്ടുള്ള ആ ഒരു ജുബയല്ലേ അത് ദുൽഖർ സൽമാൻ നായകൻ എടുത്തിട്ടുള്ള ഒരു യമണ്ട പ്രേമകഥ എന്ന സിനിമയിലെ റെഫറൻസ് ആണ്. അതിലേത് സീന്? അത് പറഞ്ഞില്ല തമ്പി. അതുപോലെ തന്നെ ക്ലൈമാക്സ് എടുക്കാറാവുമ്പോഴത്തേനും വിനീത് ശ്രീനിവാസനോട് കാറിൽ ഇറങ്ങാൻ വേണ്ടി പറയുന്നുണ്ട് പ്രണവ് മോഹൻലാല്. അതിൽ ജാനി ശ്രീനിവാസൻ മീശ പിടിക്കുന്നില്ല എന്ന് ചോദിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് മോഹൻലാലിനെ പറ്റിയാണ് പറയുന്നതെന്ന്. അതുപോലെ തന്നെ പ്രണവ് മോഹൻലാല് മദ്യം കുടിക്കുന്നുണ്ട്. അത് അയാൾ കഥ എഴുതുക എന്ന മൂവിയിൽ മോഹൻലാൽ മദ്യം കുടിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നിയത്. ഈ ഒരു സിനിമയിൽ ശ്രീനിവാസൻ കണ്ണൂരിൽ നിന്ന് സിനിമക്കാരനാവാൻ വേണ്ടി ശ്രീനിവാസൻ ചെന്നൈയിലേക്ക് പോയതാണ്. അതുപോലെ തന്നെയാണ് മോഹൻലാലിന്റെ ശ്രീനിവാസന്റെ സിനിമയിലെ തുടക്കകാലത്ത് അവർ താമസിച്ചിരുന്നത് ഈ സാമിസ് ലോഡ്ജിൽ തന്നെയാണ്. അതിനോടൊപ്പം ശരിക്കുള്ള പേര് സാമിനാഥൻ എന്ന് തന്നെയാണ്. അപ്പോൾ ഗൈസ് എനിക്ക് ഇതൊക്കെയാണ് ഈ സിനിമയിൽ നിന്ന് മനസ്സിലായ കുറച്ച് കാര്യങ്ങൾ. ഈ ഒരു സിനിമ കണ്ടിട്ട് എന്റെ ഒരു പെർസ്പെക്റ്റീവ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു ആവറേജ് പടമായിട്ട് എനിക്ക് തോന്നിയത്. എനിക്ക് ഫസ്റ്റ് ഹാഫ് കുറച്ച് സെക്കൻഡ് ഹാഫിൽ നിവിൻ പോളിയുടെ ആ ഒരു പോർഷൻ ഒക്കെ വരുമ്പോഴത്തേക്കും പടം ഒന്ന് കത്തിക്കയറുന്നതായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങളുടെ അഭിപ്രായം എന്തായാലും താഴെ കമന്റ് ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള മൂവി അപ്ഡേറ്റ്സിനും ഫാക്ട്സിനും ഒക്കെ ആയിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് ഓളിൽ വെക്കുക. അപ്പോൾ ഗൈസ് എന്തായാലും നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. ബൈ. ഓക്കെ ബ്രോ, ബൈ. കൊള്ളാം. കുറച്ച് സാധനങ്ങൾ നമ്മൾ ഇപ്പൊ അറിയുന്ന കേട്ടോ അല്ലേ? ബാക്കി കുറച്ചൊക്കെ നമുക്ക് ഏകദേശം ഒരു ധാരണ ഉണ്ടായിരുന്നു. അതായത് കായികാഭ്യാസിയായിരുന്നോ? ആ ഒരു സംഭവം ക്യാരക്ടറിന്റെ പേരും ഇതൊക്കെ ശ്രീനിവാസന്റെ അച്ഛന്റെ പേര് ആയിരുന്നു എന്നുള്ളതൊക്കെ നമ്മൾ ഇപ്പോൾ അറിയുന്ന കേട്ടോ. അത് അറിയില്ലായിരുന്നു. പറയാനും അറിയില്ലായിരുന്നു. പറയണ്ടായിരുന്നു ഉള്ളതും അറിയില്ലായിരുന്നു. ഏതാണെങ്കിലും കൊള്ളാം. പിന്നെ ബാക്കിയൊക്കെ നമുക്ക് ഏകദേശം അറിയാം. സെൽഫ് ട്രോളുകൾ ഇഷ്ടം പോലുള്ള സിനിമകളാണ്. അതെ, കുറെ എണ്ണം അടിച്ചു കൊടുക്കുന്ന കുറെ സാധനങ്ങളുണ്ട്. അത് സ്വന്തം അടിച്ചു വാങ്ങുന്നത് അങ്ങനത്തെ ഐറ്റംസ് ആണ്. എന്താണെങ്കിലും ഞങ്ങൾ പോവാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരാം. നല്ല വീഡിയോ. യെസ്.